മനുഷ്യൻ മരണപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് ഖിയാമത്ത് നാൾ വരെയുള്ള ദീർഘകാലം ആലമുൽ ബർസഖ്, ആ ആലമുൽ ബർസഖിലായിരിക്കുന്ന സമയത്ത് കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ. സൽക്കർമ്മികളുടെ ആത്മാക്കൾ, ദുർമാർഗികളുടെ ആത്മാക്കൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് ആഗതമായി കഴിഞ്ഞു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ ധാരാളമായി ചെയ്യുവാനും അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാനും സ്വർഗരാജ്യം സമ്പാദിക്കുവാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഈ പുറമേ കാണുന്ന ഭൗതിക ജഡമാണോ? നമ്മുടെ ഈ കാണുന്ന ജഡത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി, അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അതിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഓരോ ദിവസങ്ങൾ നാം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? പ്രഭാത സവാരി മുതൽ എക്സസൈസുകളും വ്യായാമം തൊട്ട് ചിട്ടയായ ഭക്ഷണം, ചിട്ടയായ മരുന്നുകൾ, ശരീരത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി മനുഷ്യരായ നാം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? എന്നാൽ എപ്പോൾ മരിക്കുമെന്നോ എപ്പോൾ നശിക്കുമെന്നോ ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഈ കേവല ജഡത്തിന് വേണ്ടിയാണ് നാം ഇത്രയും അധികം അധ്വാനിക്കുന്നത് എങ്കിൽ, ഇത്രയും ധനം ചെലവഴിക്കുന്നതെങ്കിൽ, ഇത്രയും സമയം വിനിയോഗിക്കുന്നത് എങ്കിൽ, യാ ഖാദിമൽ ജിസ്മി കം തസ്ആ ലി ഖിദ്മതിഹി അതത്ലുബു റിബ്ഹ മിമ്മാ ഫീഹി ഖുസ്റാനു. ഈ ഭൗതിക ജഡത്തിന് വേണ്ടി സേവനം ചെയ്ത് സമയം തുലക്കുന്ന മനുഷ്യ, അതത്ലുബു റിബ്ഹ മിമ്മാ ഫീഹി ഖുസ്റാനു, ഇത് തികച്ചും നഷ്ടക്കച്ചവടമല്ലേ? ഇതിനു വേണ്ടിയാണോ നിന്റെ വിലപ്പെട്ട സമയവും സമ്പത്തുമൊക്കെ നീ വിനിയോഗിക്കുന്നത്? അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫളാഇലഹ ഫഅൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. നീ നിന്റെ ആത്മാവിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കൂ. ആ ആത്മാവിൻ്റെ പരിപോഷണത്തിന് വേണ്ടുന്ന, അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നീ പഠിക്കൂ, കണ്ടെത്തൂ. അതിനുവേണ്ടി നീ പരിശ്രമിക്കൂ. കാരണം ഫഅൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. ആത്മാവ് കൊണ്ടാണ് ഒരാൾ മനുഷ്യനായി തീരുന്നത്, കേവലം ജഡം കൊണ്ട് മാത്രമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യൻ എന്ന് പറഞ്ഞത് പുറമേ കാണുന്ന ഈ ജഡം മാത്രമല്ല, നേരെ മറിച്ച് അതിപ്രധാനമായത് ഈ ജഡത്തിൽ ഉൾക്കൊള്ളുന്ന അവൻ്റെ ആത്മാവാകുന്നു. ഈ ആത്മാവും ജഡവും കൂടിയ വസ്തുവാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആത്മാവ്, ആ മനുഷ്യനോട് ഏത് സമയത്തും ബന്ധപ്പെട്ട് കിടക്കുന്ന, വിട്ടുപിരിയാത്ത ഒരു വസ്തുവാകുന്നു ആത്മാവ്. ആത്മാവ് വിട്ടുപിരിയുന്നതോടുകൂടെ അവൻ കേവല ജഡമായി, മയ്യിത്തായി, ശവമായി മാറുന്നു. നമ്മുടെ ആത്മാവിന് ശരീരവുമായി കൊണ്ട് 4 വിധത്തിലുള്ള ബന്ധമാണുള്ളത്. നമുക്കേവർക്കും അറിയാം, എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ റബ്ബ് സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹിൽ വെച്ച് ഒരേ സമയം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. വൈദ അഖദ റബ്ബുക മിൻ ബനി ആദമ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സകല മനുഷ്യ മക്കളുടെയും ആത്മാക്കളെ പുറത്തു കൊണ്ടുവന്ന സന്ദർഭം എന്ന് പറഞ്ഞ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ആത്മാക്കളെയും അഭിസംബോധനം ചെയ്തതും
ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ചോദിച്ചതും എല്ലാവരും നീ ഞങ്ങളുടെ റബ്ബാണെന്ന സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതുമൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കളുടെ പ്രായം ഒന്നാണ്, എല്ലാവരും ഒരേ പ്രായക്കാരാണ്. എന്നാൽ പിന്നീട് മനുഷ്യരാകുന്ന നാം നമ്മുടെ മാതാവിൻ്റെ വയറ്റിൽ ഗർഭസ്ഥ ശിശുവായി 4 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവാകുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ബോഡിയിൽ സന്നിവേശിപ്പിക്കേണ്ടുന്ന ആത്മാവിനെയുമായി കൊണ്ട് ഒരു മലക്കിനെ തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ആ മലക്ക് വന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഈ ഗർഭസ്ഥ ശിശുവിൽ റൂഹ് ഓതുന്നതോടുകൂടെ ആ ആത്മാവും ജഡവും ലയിച്ച് ഒന്നായിത്തീരുന്നു, മനുഷ്യ കുഞ്ഞായി മാറുന്നു. പിന്നെ ഗർഭപാത്രത്തിൽ വെച്ച് അവൻ്റെ സൃഷ്ടിപ്പെല്ലാം പൂർണ്ണനായി അവൻ ഒരു പൂർണ്ണ മനുഷ്യനായി, ഒരു പൂർണ്ണ മനുഷ്യ കുഞ്ഞായി അവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിലേക്ക് പിറന്നു വീണ അവൻ പിന്നീട് അവൻ്റെ മരണം വരെയുള്ള 60 കൊല്ലക്കാലം അല്ലെങ്കിൽ 70 കൊല്ലക്കാലം ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള കേന്ദ്രം സോദര ഖബറാണ്. ഗർഭപാത്രം മുതൽ തുടങ്ങുന്ന അവൻ്റെ യാത്ര അത് അവസാനിക്കുന്നത് അവൻ്റെ ദേഹവുമായി വിട്ടുപിരിഞ്ഞ് റൂഹ് ശരീരവുമായി വിട്ടുപിരിഞ്ഞ് മരണപ്പെടുന്ന സമയത്താണ്. മനുഷ്യന്റെ ആത്മാവ് അവൻ്റെ ജഡവുമായി കൊണ്ടുള്ള ബന്ധം ഒന്ന് ഗർഭപാത്രത്തിലുള്ള ബന്ധം, രണ്ടാമത്തെ ബന്ധം ഗർഭപാത്രത്തിൽ നിന്ന് മനുഷ്യക്കുഞ്ഞായി അവൻ ജനിച്ചു വീണതിൻ്റെ ശേഷം മരണം വരെയുള്ള 60 കൊല്ലക്കാലം 70 കൊല്ലക്കാലം അവൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിലെ ബന്ധം ഒരു വലിയ ബന്ധമാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ആത്മാവ് ഉൾക്കൊള്ളുന്ന നമ്മുടെ ഖൽബ്, ഹൃദയം മനുഷ്യനെ നന്മയിലേക്കും തിന്മയിലേക്കുമൊക്കെ വഴിതിരിച്ചു വിടുന്നതും മറ്റുമൊക്കെ. മനുഷ്യൻ മരണപ്പെട്ടതിൻ്റെ ശേഷം പിന്നീട് ഖിയാമത്ത് നാൾ വരെയുള്ള ദീർഘകാലം ആലമുൽ ബർസഖ്, ആ ആലമുൽ ബർസഖിലായിരിക്കുന്ന സമയത്ത് കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ, സൽക്കർമ്മികളുടെ ആത്മാക്കൾ സ്വർഗത്തിലെ ഇല്ലിയീൻ എന്ന സ്ഥലത്താകുമ്പോൾ ദുർമാർഗികളുടെ ആത്മാക്കൾ നരകത്തിലെ സിജ്ജീൽ എന്ന സ്ഥലത്തായിരിക്കും. എവിടെയായിരുന്നാലും ആ ആത്മാക്കൾ ഖിയാമത്ത് നാൾ വരെ, മരണം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടത്തിൽ ആലമുൽ ബർസഖിന്റെ ലോകത്ത് ശരീരവുമായി കൊണ്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മരണപ്പെട്ട പിതാവിൻ്റെ, മരണപ്പെട്ട ഉമ്മയുടെ, വല്ലിപ്പയുടെ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നാം ഒക്കെ അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മി, അസ്സലാമു അലൈക യാ ജദ്ദി എന്ന് നേരിട്ട് അവരെ വിളിച്ചുകൊണ്ട് നാം സലാം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ രണ്ടാമത്തെ ഊത്തൂതി ലോകാദ്യം മുതൽ ഖിയാമത്ത് നാൾ വരെ ജീവിച്ച മനുഷ്യരൊക്കെ, മരണപ്പെട്ടു പോയ മനുഷ്യരൊക്കെ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം വനുഫിഖ ഫിസ്സൂർ ഫസഇക മൻ ഫിസ്സമാവാതി വൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. സൂർ എന്ന കാഹളത്തിൽ ഒന്നാമത്തെ പ്രാവശ്യം ഊതുമ്പോൾ അല്ലാഹു തആല നിശ്ചയിച്ച എണ്ണപ്പെട്ട ചില ആളുകളല്ലാത്ത മറ്റ് സൃഷ്ടികളെല്ലാം മരിച്ചു വീഴുന്നു. പിന്നീട് എല്ലാവരുടെയും റൂഹിനെ അല്ലാഹു തആല പിടിച്ചതിൻ്റെ ശേഷം ഇസ്രാഫിൽ അലൈഹിസ്സലാമിന് ജീവൻ നൽകി അല്ലാഹു തആല വീണ്ടും സൂർ എന്ന കാഹളത്തിൽ ഊതാനുള്ള ആജ്ഞ നൽകുമ്പോൾ വനുഫിഖ ഫീഹി ഉഖ്റാ, രണ്ടാമത് സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ, ഓരോ മനുഷ്യന്റെയും മരിച്ച് മണ്ണടിഞ്ഞു പോയ, മണ്ണിൽ ലയിച്ചു പോയ ഓരോ മനുഷ്യന്റെയും ജഡം ആ മണ്ണിൽ നിന്ന് അവന്റെ പഴയ രൂപം പ്രാപിച്ചുകൊണ്ട് പുറത്തു വരികയും
ആ മനുഷ്യന്റെ ആത്മാവ് അവന്റെ ആ ജഡവുമായി കൊണ്ട് ഒട്ടിച്ചേരുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു. ആ ബന്ധമാകുന്നു ഒരു ആത്മാവിനോട് അവന്റെ ജഡവുമായി കൊണ്ടുള്ള ഏറ്റവും വലിയ ബന്ധം. ഗർഭപാത്രത്തിലുള്ള 1-ാം ഘട്ടത്തിലെ ബന്ധമല്ല. മനുഷ്യക്കുഞ്ഞായി ജനിച്ചു വീണതിന് ശേഷം മരണം വരെയുള്ള ബന്ധവുമല്ല. ആലമുൽ ബർസഖിൽ വെച്ചുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടങ്ങളിലെ ബന്ധവുമല്ല നമ്മുടെ ആത്മാവിന് ശരീരവുമായി കൊണ്ട് ഏറ്റവും വലിയ ബന്ധം. നേരെ മറിച്ച് ഖിയാമത്ത് നാളിൽ സൂർ എന്ന കാഹളത്തിൽ 2ാമത്തെ ഊത്ത് ഊതി എല്ലാ സൃഷ്ടികളും ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഓരോ ജഡങ്ങളിലും ആത്മാക്കൾ വന്ന് പ്രവേശിച്ച് ആത്മാവും ജഡവും ഒന്നായിത്തീരുന്ന, പഴയ മനുഷ്യനായിത്തീരുന്ന ആ സമയം, ആ ബന്ധമാകുന്നു ഏറ്റവും വലിയ ബന്ധം. കാരണം സുമ്മലാ യമൂതു ഫീഹാ, പിന്നീട് ഒരിക്കലും ആ ആത്മാവ് ആ ജഡവുമായി കൊണ്ട് വിട്ടുപിരിയുന്നേയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ആത്മാവും ജഡവുമായി കൊണ്ട് ഒന്നായിത്തീരുന്ന ആ സമയം മുതൽ അറ്റമില്ലാത്ത കാലം വരെ പിന്നെ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗീയമായ ജീവിതം, നരകത്തിലാണെങ്കിൽ നരക ജീവിതം. ആ ജീവിതത്തിന്റെ പരിപോഷണത്തിന് വേണ്ടിയാണ്, അവിടെ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, അവിടെ വെച്ചുകൊണ്ടുള്ള അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്, അവിടെ ആത്മാവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സത്യവിശ്വാസികളായ നാം ഒക്കെ പരിശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാണ് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ആത്മാവിനെ സംസ്കരിച്ച് സുകൃതങ്ങൾ ചെയ്തവർ അവർ മാത്രമേ പരലോകത്ത് വിജയിക്കുകയുള്ളൂ. നേരെ മറിച്ചോ ആത്മാവിന്റെ സുരക്ഷ നോക്കാത്തവർ, അതിനെ സംരക്ഷിക്കാത്തവർ, അതിനു വേണ്ടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവർ, അവർ പരലോകത്ത് പരാജയപ്പെടുന്നതാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അന്നേ ദിവസം നമ്മുടെ ഭൗതിക ലോകത്തുള്ള സമ്പത്തുക്കൾ കൊണ്ടോ മക്കളെ കൊണ്ടോ യാതൊരു ഉപകാരവുമില്ല. രക്ഷപ്പെട്ട ഹൃദയത്തോടുകൂടെ ശുദ്ധമായ ആത്മാവുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർ ആരോ അവർ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ, മുൻഗാമികളായ കഴിഞ്ഞുപോയ ജനങ്ങൾക്കൊക്കെയും നോമ്പിനെ ഫർളാക്കപ്പെട്ടിരിക്കുന്നു. അതേ പ്രകാരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായ നിങ്ങൾക്കും നോമ്പിനെ ഫർളാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആ നോമ്പെടുക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി തീരാൻ, ആത്മസംസ്കൃതി വരുത്തി ശുദ്ധഹൃദയരായി ആത്മാവിനെ പരിപോഷിപ്പിച്ച് സ്വർഗത്തിന്റെ ആളുകളായി തീരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പിനെ ഫർളാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസം ഇതാ നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ മാസത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നാം സദാസമയത്തും ബദ്ധശ്രദ്ധരായി, മടികൾ ഒഴിവാക്കി, അലസത ഒഴിവാക്കി, നല്ല കാര്യങ്ങളിലുള്ള സുഹൃതങ്ങൾ ചെയ്യാനുള്ള മടികളൊക്കെ ഒഴിവാക്കി നീ സൽക്കർമ്മങ്ങളിൽ മുഴുകുക. കാരണം മടിയൻ ഒരിക്കലും നന്മകൾ നേടി വിജയിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്ത് പള്ളിയിൽ ഈത്തിക്കാഫിരുന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ, ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ, പരലോകത്ത് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും രക്ഷിക്കാൻ നാം ഒക്കെ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന
അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.